എടി അന്നസുതി കൊറേ പയറുമണിയുടെ ഡി പി ഇടാതെ നീ എടി തള്ളച്ചി നീ നിന്റെ ഡി പി ഇടേ തള്ളേ മുതുക്കി തള്ളേ. എടി ഞാൻ തള്ളയാണെ നീ ഇടേ തള്ളേ മുതുക്കി തള്ളേ. എടി ഞാൻ തള്ളയാണെ നീ മുതുക്കടിച്ച തള്ളയല്ലേ എടി. കഴിഞ്ഞില്ല, കല്യാണം ആകാറാകുന്നു. ഒരു മേ ബി ഒരു 5-8 വർഷം പിടിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ തീർക്കാനും. ഒരു അധികാരം ഞാൻ തന്നില്ല. അദ്വൈത നീ നിന്റെ കാര്യം നോക്ക്. ഈ പോടാ സനീഷ് കൃഷ്ണനാണോ കിഞ്ഞനോ എന്ത് വേടാ നിന്റെ പേര്? സനീഷ് തത്ത ഉണ്ട്, എനിക്കറിയാം. സോ മച്ച്. നീ പോടാ പോലീസുകാരന്റെ പ്രൊഫൈല് വെച്ചവനെ. നീ ആരാടാ എന്നെ പൊടിന്ന് വിളിക്കാൻ? പോടാ. നീ എന്നെ പേയ്മെന്റ് വന്ന് പറഞ്ഞ ഞങ്ങൾ എനിക്കറിയാം കേട്ടോ. നീ എന്റെ നമ്പർ ചോദിച്ചിട്ട് പൂക്കുട്ടി വിളിച്ച് നിന്റെ വീട്ടിൽ പോയി വിളിക്കടാ മറ്റവനെ. ആരും പൊളിച്ചു. താങ്ക് യു ഗോപിക. നീ പൊടി ഭക്ഷണം കഴിച്ചില്ല, കഴിക്കണം. ഇപ്പൊ തന്നെ വയറ് നിറയും. പിന്നല്ലാതെ ഇവനൊക്കെ ചീത്ത വിളിക്കുന്ന കേട്ടിരിക്കാൻ ഞാനാരാ? മദർ തെരേസയോ? പോകാൻ പറ. എന്റെ വായിൽ എന്റെ ലൈവില് വന്ന് എന്നെ ചീത്ത വിളിച്ച പോടാ. നീ നിന്റെ വീട്ടിൽ ചെന്ന് വിളിക്കടാ. ആ തെറി നിന്റെ വീട്ടിൽ ചെന്ന് വിളിക്കടാ. വീട്ടിൽ ചെന്ന് മറ്റവനെ. എടാ ഇതൊന്നും വിളിക്കാൻ എനിക്ക് അറിയാത്തോണ്ടല്ല. നിന്റെ സംസ്കാരമല്ല എന്റെ സംസ്കാരം. വീട്ടിൽ ചെന്ന് വിളിച്ചോണം. എന്റെ മുന്നിൽ വന്നിരുന്നെങ്കിൽ നീ വിളിച്ചോ. എന്റെ കുറ്റി അടിച്ചാൻ പൊട്ടിച്ചേനെ. നീ ഇത്രയും പറഞ്ഞിട്ട് സോറി ചേച്ചിയോ? നീ പോലീസുകാരന്റെ പ്രൊഫൈൽ ഇട്ടിട്ട് നീ സോറി ചേച്ചിയോ? ആരുടെ സോറി ചേച്ചി? നിൻ മുതുക്കനാണല്ലോ. മുതുക്കൻ എന്നെ കയറി സോറിന്ന് വിളിക്കും, ചേച്ചിന്ന് വിളിക്കുന്നു. നവാസിക്ക ഹായ്. ഒരു മുതുക്കൻ എന്നെ കയറി ചേച്ചിന്ന് വിളിക്കുന്നത്. ഏതാ മുതുക്കൻ? നീ ഒരു അപ്പച്ചനാണ്. നീ എന്നെ കയറി ചേച്ചിന്ന് വിളിക്കേണ്ട കാര്യമില്ല. മുതുക്ക തെറി മുന്നേ വിളിച്ചിട്ട് തെറി വിളിച്ച എന്നെ തിരിച്ച് നല്ല വർത്താനം പറയാം. എല്ലാവരും എന്നെ തെറി വിളിച്ചാൽ എനിക്കെന്നാ? പോയി ഛർദിക്കടാ മാറി. ആമി താങ്ക് യു. എടാ പോടാ എന്റെ ലൈവിൽ വരാതെ. പോടാ. എടി അന്നസുതി കൊറേ പയറുമണിയുടെ ഡി പി ഇടാതെ നീ എടി തള്ളച്ചി നീ നിന്റെ ഡി പി ഇടേ തള്ളേ മുതുക്കി തള്ളേ. എടി ഞാൻ തള്ളയാണെ നീ ഇടേ തള്ളേ മുതുക്കി തള്ളേ. എടി ഞാൻ തള്ളയാണെ നീ മുതുക്കടിച്ച തള്ളയല്ലേ എടി തള്ളച്ചി. അതിന്റെ ഇടയ്ക്ക് എന്റെ ഭക്തർ ഇടയ്ക്കിടയ്ക്ക് വന്ന് കേറുന്നുണ്ട്. അനുഗ്രഹം ഉണ്ടാകും. ഇല്ല, കല്യാണം കഴിഞ്ഞില്ല. കല്യാണം ആകാറാകുന്നു. ഒരു മേ ബി ഒരു 5-8 വർഷം പിടിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ തീർക്കാനും. ഇപ്പൊ ഇല്ലടാ. ചിലപ്പം കല്യാണം കഴിക്കാൻ, ചിലപ്പം കല്യാണം കഴിക്കാതിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ രേണു സുധിയുടെ ലൈവിന്റെ ഒരു പോർഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാരും കണ്ടല്ല. അപ്പൊ ഞാനിത് ഹെഡ്സെറ്റ് വെച്ചിട്ടാട്ടോ കേട്ടത്. കാര്യം എനിക്ക് അത്ര സഹിച്ചിരിക്കാൻ പറ്റണ്ടായില്ല അവരുടെ പറച്ചിലും കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങളും അങ്ങനെ തന്നെ കേൾക്കുന്നതായിരിക്കും നല്ലത്. കാര്യം വീട്ടുകാര് എന്തായാലും കേട്ട് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ എനിക്ക് ഇതിനെ പറ്റി പറയാനുള്ളത്, ഇവരെ കൊണ്ട് വലിയ ശല്യമായിക്കൊണ്ടിരിക്കണുള്ള. അതായത് ഇവര് ഈ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കാൻ നോക്കുന്നതാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതൊക്കെ കാണുന്ന അത്യാവശ്യം ചോറ് തിന്നുന്ന ഏതൊരു മലയാളിക്കും മനസ്സിലാവും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെഗറ്റിവിറ്റി കൊണ്ട് പബ്ലിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന ഓരോ കാട്ടായം മാത്രമായിട്ടാണ് എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് തോന്നുന്നത്. അല്ലാണ്ട് ഇതിനകത്ത് എന്തെങ്കിലും വലിയ എന്തെങ്കിലും കാര്യം ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇനി ഇവർ കാണിച്ചു കൂട്ടി ഇപ്പൊ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇവർ വന്നിട്ട് ഈ ലൈവിനകത്ത് വന്നിരുന്നിട്ട് അതായത് ഇവരെ ചീത്ത പറയുന്നവർക്കെതിരെ അങ്ങോട്ട് പറയുന്ന ഈ ഒരു സംഭവം. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു, ഈ വന്നിട്ട് കമന്റ് ഇടുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തലേമാലും പേരൊന്നുമില്ല. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേക്ക് ഐ ഡിന്ന് അവർക്ക് വന്നിട്ടെങ്കിൽ കമന്റ് ഇട്ടാൽ മതി. പക്ഷെ നിങ്ങൾ ഓരോ അതിന് റിപ്ലൈ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് മാത്രം നേരം ഉണ്ടാവുള്ളൂ. അപ്പൊ ആരാണ് അവിടെ നാണം കെട്ടിരിക്കുന്നത്? നിങ്ങളുടെ വില തന്നെയാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ആ കമന്റ് ഇട്ടവർക്കൊന്നും അവിടെ യാതൊരു പ്രശ്നവും വരാനില്ല. അപ്പൊ നിങ്ങൾ ഈ വന്നിട്ട് ഈ കമന്റ് ഇടുന്നവരെയും എല്ലാവരെയും ഇങ്ങനെയായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ആദ്യം നോക്കേണ്ടത് നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്തൊക്കെയാണ്. അത് നിങ്ങളൊന്ന് ആദ്യം നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തണം. എന്നിട്ട് വേണം നിങ്ങൾ ബാക്കിയുള്ളവരെ ഈ കുറ്റപ്പെടുത്താനും അല്ലെങ്കിൽ ബാക്കിയുള്ളവർ പറയുന്ന കാര്യങ്ങളിനകത്ത്. ഇപ്പൊ ശരിയാണ്, ഇവരെ അടിയിനകത്ത് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് തെറി പറയുന്നവരും അല്ലെങ്കിൽ അത്ര രീതിക്ക് മോശമായിട്ട് കമന്റ് ഇടുന്നവരുണ്ട്. അവരെ ഒന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതല്ല, അത് ഞാൻ എടുത്ത് പറയുന്നതാണ്. അവരൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതല്ല. പക്ഷേ
ഇങ്ങനെ വരുന്ന എല്ലാ കമന്റുകളും നിങ്ങളെ അങ്ങനെ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ താറടിച്ച് കാണിക്കാൻ വേണ്ടി അങ്ങനെ മാത്രമല്ല, ചിലതൊക്കെ ജെന്യുവിൻ ആയിട്ടുള്ള കമന്റുകൾ ഇഷ്ടംപോലെ നമുക്ക് ഇവരുടെ കമന്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതൊക്കെ ഒന്ന് എടുത്തിട്ട് അതിൽ നിന്നൊക്കെ മാന്യമായിട്ടുള്ള ക്രിറ്റിസിസങ്ങൾ എടുത്തിട്ട് അത് അങ്ങനെ നന്നാവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അല്ലാണ്ട് ഇപ്പൊ ഈ സുധി എന്ന് പറഞ്ഞ കൊല്ലം സുധി എന്ന് പറഞ്ഞ ആളുടെ പേരും വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു വിഷയം. പുള്ളിയുടെ പേര് വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ കിടന്ന് ഓരോന്ന് കാണിച്ചു കൂട്ടുമ്പോഴാണ് വിഷയം. അപ്പൊ എന്തൊക്കെയാണെന്ന് ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല ഇവർ കാണിച്ചു കൂട്ടുന്നത്. അപ്പൊ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ എനിക്ക് അത്രയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളൂ. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് വീഡിയോ കമന്റ് ആയിട്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ കണ്ടുപിടിക്കാൻ വീട്ടിൽ ചെന്ന് മറ്റവനെ എടാ ഇതൊന്നും വിളിക്കാൻ എനിക്ക് അറിയാത്തോണ്ടല്ല, നിന്റെ സംസ്കാരമല്ല എന്റെ സംസ്കാരം. വീട്ടിൽ ചെന്ന് വിളിച്ചോ. എന്റെ മുന്നിൽ വന്നിരുന്നെങ്കിൽ നീ വിളിച്ചോ, എന്റെ കുറ്റി അടിച്ചാൻ പൊട്ടിച്ചേനെ. നീ ഇത്രയും പറഞ്ഞിട്ട് സോറി ചേച്ചിയോ? നീ പോലീസുകാരന്റെ പ്രൊഫൈൽ ഇട്ടിട്ട് നീ സോറി ചേച്ചിയോ? ആരുടെ സോറി ചേച്ചി? മുതുക്കനാണല്ലോ. മുതുക്കൻ എന്നെ കയറി സോറി എന്ന് വിളിക്കും, ചേച്ചിന്ന് വിളിക്കുന്നു. നവാസിക്ക ഹായ്. ഒരു മുതുക്കൻ എന്നെ കയറി ചേച്ചിന്ന് വിളിക്കുന്നു. എടാ മുതുക്കൻ, നീ ഒരു അപ്പച്ചനാണ്. നീ എന്നെ കയറി ചേച്ചിന്ന് വിളിക്കേണ്ട കാര്യമില്ല മുതുക്ക. തെറി മുന്നേ വിളിച്ചിട്ട് തെറി വിളിച്ച എന്നെ തിരിച്ച് നല്ല വർത്താനം പറയാം. എല്ലാവരും എന്നെ തെറി വിളിച്ചാൽ എനിക്കെന്നാ പോയി ഛർദിക്കടാ മാറി. ആമി താങ്ക് യു. എടാ പോടാ എന്റെ ലൈവ് വരാതെ. പോടാ എടി അന്നസുതി കുറെ പയറുമണിയുടെ ഡി പി ഇടാതെ നീ എടി തള്ളച്ചി നീ നിന്റെ ഡി പി ഇടേ. തള്ളേ മുതുക്കി തള്ളേ. എടി ഞാൻ തള്ളയാണെ നീ ഇടേ. തള്ളേ മുതുക്കി തള്ളേ. എടി ഞാൻ തള്ളയാണെ നീ മുതുക്കിന്റെ മുതുക്കടിച്ച തള്ളയല്ലേടി തള്ളച്ചി. അതിന്റെ ഇടയ്ക്ക് എന്റെ ഭക്തർ ഇടയ്ക്കിടയ്ക്ക് വന്ന് കേറുന്നുണ്ട്. അനുഗ്രഹം ഉണ്ടാകും. ഇല്ല കല്യാണം കഴിഞ്ഞില്ല. കല്യാണം ആകാറാകുന്നു. ഒരു മേ ബി ഒരു 5-8 വർഷം പിടിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ തീർക്കാനും. ഇപ്പൊ ഇല്ലടാ. ചിലപ്പം കല്യാണം കഴിക്കാൻ, ചിലപ്പോൾ കല്യാണം കഴിക്കാതിരിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു അധികാരം ഞാൻ തന്നില്ല. അതുവരെ നീ നിന്റെ കാര്യം നോക്ക്. നീ പോടാ സനീഷ് കൃഷ്ണനാണോ കിഞ്ഞരനോ എന്ത് വേടാ നിന്റെ പേര്? സനീഷ് കത്ത ഉണ്ട് എനിക്കറിയാം. സോ മച്ച്. നീ പോടാ പോലീസുകാരന്റെ പ്രൊഫൈല് വെച്ചവനെ. നീ ആരാടാ എന്നെ പൊടിന്ന് വിളിക്കാൻ? പോടാ. നീ എന്നെ പേയ്മെന്റ് വന്ന് പറഞ്ഞ ഞങ്ങൾ എനിക്കറിയാം കേട്ടോ. നീ എന്റെ നമ്പർ ചോദിച്ചിട്ട് പൂക്കുട്ടി വിളിച്ച് നിന്റെ വീട്ടിൽ പോയി വിളിക്കടാ മറ്റവനെ. ഒരു അധികാരം ഞാൻ തന്നില്ല. അതുവരെ നീ നിന്റെ കാര്യം നോക്ക്. നീ പോടാ സനീഷ് കൃഷ്ണനാണോ കിഞ്ഞരനോ എന്ത് വേടാ നിന്റെ പേര്? സനീഷ്